നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവരല്ലേ ഇതിനെല്ലാം പുറകെ കളിക്കുന്നത്. ചൈന കോളനിയിലെ ഭൂമിക്ക് വേണ്ടി അവര് കളിച്ച കളിയല്ലേ ഇവിടം വരെ എത്തിയത്. ഇരിക്കണം ബാലേന്ദ്ര. നമുക്കിടയിൽ ഒരു ഐസ് ബ്രേക്കിംഗ് ആവാം ബാലേന്ദ്ര. അപരിചിതത്വം വേണ്ട. ആത്മാർത്ഥതയോടെയാ നീ ഇത് പറയുന്നെങ്കിൽ നീ നന്നാവും. നന്നാവാൻ തന്നെയാ ബാലേന്ദ്ര എന്റെ തീരുമാനം. അതിലെനിക്ക് അതിശയൊന്നുമില്ല. ഇതുപോലെ കുറെ ഉദ്യോഗസ്ഥരെ കണ്ടിട്ടുള്ളവനായി ഞാൻ. ഈ പദവിക്ക് മേലുള്ളവരെ നാട് നന്നാക്കാൻ ഭയങ്കര ശുഷ്കാന്തിയായിരിക്കും. അതിനുവേണ്ടി സ്വന്തം ജീവിതം വരെ ഹോമിച്ച് തുനിഞ്ഞങ്ങ് ഇറങ്ങും. ഒന്നും നടക്കാൻ പോകുന്നില്ല. നടക്കാൻ ഒപ്പമുള്ളവർ പോലും സമ്മതിക്കില്ല. അങ്ങനെ നടുക്കടലിൽ കിടന്ന് നീന്തി നീന്തി കൈയും കാലും കുഴയുമ്പോ നമ്മളൊരു ലൈഫ് ബോട്ട് അങ്ങോട്ട് ഇട്ടു കൊടുക്കും. അതിൽ പിടിച്ച് നീന്തി ഒരു കര പറ്റി ചുറ്റും നോക്കുമ്പോഴോ അവര് തന്നെ അതിശയിച്ചു പോവും. ഇത്രയും നാൾ അവർ തുഴഞ്ഞത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർക്കൊപ്പം നടുക്കടലിൽ സഹായത്തിനുണ്ടെന്ന് കരുതിയവരൊക്കെ ഈ കരയിൽ നേരത്തെ തന്നെ സേഫായിട്ടുണ്ടാവും. അഴിമതിയുടെ കരയിലെ മറ്റവരൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതേ ഒരു തോന്നൽ മാത്രമായിരുന്നു. ഇതാണ് സത്യം. നമ്മൾ ഒരാളെന്നല്ല, ആരെ വിചാരിച്ചാലും ഈ നാടൊന്നും നന്നാവും പോകുന്നില്ല ശാലിനി. ഉള്ള സമയത്തെ നമ്മൾ നന്നാവാൻ നോക്കണം. ഒപ്പം നമ്മുടെ ചുറ്റുമുള്ളവരും. അല്ലേടാ? ശാലിനി, ഞങ്ങളുടെ കൂട്ടത്തിൽ ചേരുന്നത് കൊണ്ട് നിനക്ക് നഷ്ടമുണ്ടാകാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ലാഭം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഫോൺ കോൾ. ഇപ്പൊ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിന്റെ സസ്പെൻഷൻ ഓർഡർ അവിടെ സ്റ്റോപ്പ് ആവും. നിനക്ക് തന്നെ ഇവിടുത്തെ ജില്ലാ കളക്ടറായിട്ട് ഇരിക്കുകയും ചെയ്യാം. ഏണിംഗ് മെമ്പർ പദ്ധതിയിലെ ഭക്ഷ്യവിഷബാധ ജില്ലാ കളക്ടർ ശാലിനിക്കുണ്ടായ കൈപ്പിഴയല്ല, റവന്യൂ ഉദ്യോഗസ്ഥൻ സജികുമാറിന്റെ വീഴ്ചയാണെന്നും സജി കളക്ടറെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും നമുക്ക് വരുത്തി തീർക്കാം. അപ്പോ സജിയെ നമുക്ക് ബലിയാടാക്കാം അല്ലേ? അതല്ലേ ശാലിനി ജനാധിപത്യം എന്ന് പറയുന്നത്. കൂടുതൽ കരുത്തുള്ളവൻ പാവപ്പെട്ടവന്റെ മേൽ ചുമത്തുന്ന ആധിപത്യം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയേ നമുക്കവരെ കൊല്ലാം, തിന്നാം. ഇതിന് പ്രത്യുപകാരമായി ശാലിനിക്കടുത്തുനിന്ന് ഞങ്ങൾ മറ്റൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ശാലിനെ ഞങ്ങളൊരു കേസിൽ നിന്ന് രക്ഷിക്കുന്നു, അതുപോലെ ഞങ്ങളെയും രക്ഷിക്കണം. ഇനിയും മനസ്സിലാകാത്ത പോലെ നടിക്കല്ലേ ശാലിനി. ആ ചൈന കോളനിയിലെ ഭൂമിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ക്ലോസ് ചെയ്ത ഫയലല്ലേ ബാലേന്ദ്ര? ക്ലോസ് ചെയ്ത ഫയലൊക്കെ ജില്ലാ കളക്ടറെ കൊണ്ട് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ലേ? ഇപ്പോ കിട്ടിയ റിപ്പോർട്ടിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് പുനരന്വേഷണത്തിന് ഉത്തരവിടാം. ഏത്? ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരം കയ്യിലിരിക്കുമല്ലേ? പുനരന്വേഷണം കൊണ്ട് എന്താ പ്രയോജനം ബാലേന്ദ്ര? ഒന്നും അറിയാത്ത പോലെ നടിക്കല്ലേ ശാലിനി. പുനരന്വേഷണത്തിൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് തെറ്റാണെന്ന് വരണം. കോളനിക്കാർക്ക് തിരുവിതാംകൂർ രാജാവ് പട്ടയം കൊടുത്ത ഭൂമിയല്ല അതെന്നും നഗരസഭ വക പുറമ്പോക്ക് ഭൂമിയാണെന്നും പുതിയ റിപ്പോർട്ട് വരണം. അല്ല, അതിപ്പോ അങ്ങനൊക്കെ റിപ്പോർട്ട് വരുമോ ബാലേന്ദ്ര? പിന്നെ നിഷ്കളങ്ക. അന്വേഷണ സംഘത്തിൽ നമുക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരാകും ഉണ്ടാവുക. നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഒപ്പിടാനുള്ള ജോലി മാത്രമേ അവർക്കുണ്ടാവൂ. നമ്മളെന്ന് പറഞ്ഞ അമിത് ഗ്രൂപ്പ്. അവരല്ലേ ഇതിനെല്ലാം പുറകെ കളിക്കുന്നത്. ചൈന കോളനിയിലെ ഭൂമിക്ക് വേണ്ടി അവര് കളിച്ച കളിയല്ലേ ഇവിടം വരെ എത്തിയത്.
ദേ ഇപ്പൊ ശാലിനി എനിക്ക് മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കാൻ കാരണക്കാര് വരെ അവരാ. മനസ്സിലായില്ല. ഏണിംഗ് മെമ്പർ പദ്ധതിയിൽ ഭക്ഷണ വിതരണം കൂടി ഉൾപ്പെടുത്താനും വിഷാംശമുള്ള ഭക്ഷണ പാക്കറ്റുകൾ ചൈന കോളനിയിലെ കുട്ടികളുടെ കയ്യിൽ തന്നെ എത്തിക്കാനുമുള്ള ബുദ്ധി ആരുടേതാണെന്നാ? അമിത് ഗ്രൂപ്പിന്റെ. അവരുടെ ബിനാമിയായല്ലേ യവൻ ഏണിംഗ് മെമ്പർ പദ്ധതിയിൽ കയറിപ്പറ്റിയത്. യവൻ പറഞ്ഞത് വെച്ചല്ലേ സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഒരു കമ്പനിക്ക് ഭക്ഷണ വിതരണത്തിനുള്ള ചുമതല കിട്ടിയത്. അതിന്റെ കമ്മീഷൻ സംബന്ധിച്ചല്ലേ യവനും സജീവമായിട്ട് തർക്കം ഉണ്ടായേ. എന്താ ഹരീഷ് സാറേ കാര്യം? അത് നടക്കത്തില്ല മെമ്പറെ. ശാലിനി മേഡം ഒന്ന് ഉറപ്പ് പറഞ്ഞതാണല്ലോ. പതിവ് കാര്യം തന്നെയാ. ഡെപ്യൂട്ടി കളക്ടറും സർക്കാർ ഉദ്യോഗസ്ഥൻ തന്നെയാണല്ലോ. അയാൾക്ക് കൈമടക്ക് വേണമെന്ന്. സജി സാറ് ഇതുവരെ ഫയല് സൈൻ ചെയ്തിട്ടില്ല മാഡം. കാരണം എന്താ? അയാൾക്ക് കൈക്കൂലി വേണമെന്ന്. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞ മനസ്സറിവില്ലാത്ത കാര്യത്തിനാ ശാലിനി പ്രതിയായത്. പക്ഷേ കമ്പനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. കോടികൾ ഇവിടെ ഇങ്ങനെ ഇറക്കിയിട്ടേക്കുമല്ലേ, വെറുതെ കളയാൻ പറ്റോ? ഇപ്പൊ അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഭായും ബഹനും ആയില്ലേ. ഇപ്പോഴുണ്ടായ മാനനഷ്ടത്തിനും കൂടെ ചേർത്തൊരു തുക ശാലിനിക്ക് കമ്പനി കമ്മീഷനായി അങ്ങ് തരും. സുസ്മിതയ്ക്ക് 10 കോടി കൊടുത്തിട്ടും കാര്യം നടന്നില്ല. ശാലിനിക്ക് ഞാൻ 20ഓ 25ഓ വാങ്ങിത്തരാം. അത്രയൊക്കെ കിട്ടുമോ ബാലേന്ദ്ര? പിന്നെ ഒരു കളക്ടറിന്റെ ഒപ്പിന്റെ വില എന്താണെന്നാ വിചാരിച്ചേക്കുന്നത്? ഒരൊറ്റ ഇടപാടിൽ ലൈഫ് സെറ്റിലായില്ലെന്ന്. ഇത്രയും കാലം വെറുതെ മണ്ടിയാവുമായിരുന്നില്ല ശാലിനി. ഇങ്ങനെ എത്ര ഉദ്യോഗസ്ഥന്മാരാ തോട്ടങ്ങളും റിയൽ എസ്റ്റേറ്റുകളും വാങ്ങി കൂട്ടിയേക്കുന്നെന്ന് അറിയാമോ? എണ്ണി ഞാൻ പറഞ്ഞുതരാം. വേണ്ട ബാലേന്ദ്ര, അത് നമുക്ക് വേറൊരു എപ്പിസോഡിലേക്ക് മാറ്റിവെക്കാം. വേറൊരു എപ്പിസോഡിലേക്കോ? അല്ല, ഈ ചുവരുകൾക്ക് പോലും കണ്ണും കാതുമുള്ള കാലമല്ലേ. എല്ലാം കൂടി അങ്ങ് വെട്ടി തുറന്ന് പറയണ്ടെന്ന് പറയായിരുന്നു. ഒരു കണക്കിന് അത് ശരിയാ. ഇപ്പോഴാ ശാലിനി നീ ശരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയത്. ഇത് ഞങ്ങളുടെ ബാലപാഠങ്ങളിൽ ഒന്നാ. ഈ സന്തോഷത്തിൽ ഞാൻ ചെറുത് ഒരെണ്ണം കൂടി വീശുന്നതിൽ വിരോധമില്ലല്ലോ. അല്ല, ശാലിനി കഴിക്കില്ലെന്നറിയാം, അതുകൊണ്ടാ ഞാൻ ഡ്രിങ്ക് ഓഫർ ചെയ്യാത്തത്. ഇതുവരെ ഇല്ല ബാലേന്ദ്ര, ഇനി വേണമെങ്കിൽ തുടങ്ങാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.